വർഷത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം why Kattappa killed ബാഹുബലി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാ ലഭിച്ചിരിക്കുന്നു. എന്റെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സും നാട്ടില് ആദ്യത്തെ ആഴ്ച തന്നെ സിനിമ കാണാൻ പോയി. പക്ഷെ ഇവിടെ അമേരിക്കയിൽ എന്ത് ചെയ്യാം, 1 ഓവർ പ്രൈസ്ഡ് ആണ് ടിക്കറ്റ്സ്. പിന്നെ എന്റെ പോക്കറ്റിൽ ഓട്ടയായതുകൊണ്ടും ഞാൻ ഒരാഴ്ചത്തോളം വെയിറ്റ് ചെയ്തു ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ടിക്കറ്റിന്റെ പ്രൈസ് കുറയില്ല എന്ന് മനസ്സിലാക്കിയോണ്ടും എനിക്ക് ഈ സിനിമ കാണാനുള്ള ടെംപ്റ്റേഷൻ അടക്കി പിടിക്കാൻ വയ്യാത്തോണ്ടും ഞാനിതാ സിനിമ കാണാൻ പോയി. 4 ഭാഷയിലാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ എന്റെ തമിഴ് വേർഷനാണ് കണ്ടത്. ഇപ്പൊ എത്തിയാളോ, ഓ മൈ ഗോഡ്, സ്പീച്ച്ലെസ്. ഒറ്റ വാക്കിൽ SS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈൻഡ് ബ്ലോയിങ്. ഇതൊരു എപ്പിക് മൂവി തന്നെയാണ്. കട്ടപ്പ എന്തിന് ബാഹുബലിനെ കൊന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല, ഈ സിനിമ കാണുന്നത് ഒരു വൺ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിന്റെ എഫക്ട്സും എല്ലാം നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അത്രയും ഭംഗിയിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ എന്റെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. എല്ലാവരും തന്നെ ഭയങ്കര നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് ആരെ പറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്റെ സോളും ബാക്ക് ബോണും ആയിട്ടുള്ള ബാഹുബലി പ്രഭാസ് ആണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാട്ടിൽ മഹേന്ദ്ര ബാഹുബലി അഥവാ ശിവു ആയിട്ടാണെങ്കിൽ രണ്ടാമത്തെ പാട്ടിൽ അമരേന്ദ്ര ബാഹുബലി ആയിട്ടാണ്. അമരേന്ദ്ര ബാഹുബലിയാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. അത് വേറെ ഒരു കാര്യം കൊണ്ടുമല്ല, ഭയങ്കര മെച്യൂരിറ്റിയും ആ ഒരു ഗാംഭീര്യമൊക്കെ കാണിക്കുന്നത് മൂപ്പരാണ്. മറ്റേത് ഒരു കുറച്ച് എടുത്തുചാട്ടും അതൊക്കെ കുറച്ച് കൂടുതൽ. അത് വേണമെങ്കിൽ രാജകൊട്ടാരത്തിൽ വളരാത്തതിന്റെ ആയിരിക്കാം. പ്രഭാസ് എന്റെ ദൈവമേ അസാധ്യമാണ്. ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും സോങ് സീക്വൻസ് ആയാലും ആസ് എ ലവർ, ആസ് എ സൺ, ആസ് എ ഫൈറ്റർ, ഹീസ് ഓസം, ടോട്ടലി ഓസം, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ പിന്നെ കേട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ 5 വർഷത്തോളം ഈ മനുഷ്യൻ ഈ ബാഹുബലി സീരീസിനോടുള്ള ഡെഡിക്കേഷൻ കാരണം വേറെ കുറെ പ്രോജക്ട്സ് ടേൺ ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. No wonder he's the first South Indian actor who made his way to Madame Tussauds. ആ പെർഫെക്ഷൻ ഈ ഒരു 5 വർഷത്തോളം കിടന്ന് പ്രാക്ടീസ് ചെയ്തതിൻ്റെയും സ്ട്രഗിൾ ചെയ്തതിൻ്റെയും ഉള്ള ആ ഒരു മികവ് ഈ സിനിമയിൽ എന്തായാലും കാണുന്നുണ്ട്. പിന്നെ അതിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വേറൊരു ക്യാരക്ടർ ഉണ്ട്. ഇതിലൊരു ആന്റഗണിസ്റ്റ് ആയിട്ടാണ്. ദോ വില്ലൻ റോൾ ആണെങ്കിലും ഭയങ്കര ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുള്ള അതാരാ, വേറെ ആരുമല്ല, റാണ ദഗുപതി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബല്ലാലദേവയാണ്. എന്താ പറയാ, ആ ഒരു ക്രൂരതയും ആ ഒരു വിഷം നിറഞ്ഞ ഒരു സ്വഭാവവും ആ പ്ലോട്ട് ചെയ്യണ സീനൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഇടയ്ക്കുള്ള ആ ഡെവിളിഷ് ക്യാരക്ടർ കാണുമ്പോണ്ടല്ലോ പല സമയത്ത് എനിക്ക് തന്നെ കുത്തി 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 കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. അത്രയും ഭംഗിയിലാണ് അങ്ങേര് പെർഫോം ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലത്തെ ലേഡി ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയേണ്ടത് നമ്മൾ ശിവഗാമിനെ കുറിച്ചാണ്. രമ്യ കൃഷ്ണനാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു എന്താ പറയാ, ഒരു കരുത്തുറ്റ നാരി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. ആ ഒരു ചങ്കൂറ്റം, ആ ഒരു ഡോമിനൻസ് ഒക്കെ ഭംഗിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇമോഷണൽ സീക്വൻസിന്റെ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയാ, അതിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വേറൊരാളുണ്ട്, ദേവസേന, അനുഷ്ക. ആദ്യത്തെ പാർട്ടില് കുറച്ച് വയസ്സായിട്ടുള്ള റോളാണെങ്കിൽ ഇതില് ഒട്ടും കുറയ്ക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഭയങ്കര ഭംഗിയില് ചെറുപ്പാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം ഒരു പാട്ടുണ്ട്, കണ്ണാനി തൂങ്കിടാ കണ്ണാനി തൂങ്കിടാ. പാടാൻ അറിയില്ലെങ്കിലും ആ പാട്ടിൽ മൂപ്പര് ഭയങ്കര എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. നല്ല സൗന്ദര്യവും ആ ഒരു എന്താ പറയാ, പിന്നെ ഡയലോഗ് ആയാലും ആ ഒരു ആക്ഷൻ ആയാലും ആ ഒരു മേൽവഴക്കും എല്ലാം നല്ല അത്യുഗ്രനായിട്ടുണ്ട്. ബാഹുബലിയുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ദേവസേന. നമുക്ക് തോന്നിപ്പോവും അവരൊരു മേഡ് ഫോർ ഈച്ച് അതർ കപ്പിളാണ്. അത്രയും നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആ കട്ടപ്പ സത്യരാജാണ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1-ൽ കട്ടപ്പ ഒരു ഫൈറ്ററും പിന്നെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പാട്ടിലത്തെ ആദ്യത്തെ ഭാഗം അങ്ങനെ ഒരു ഹാസ്യ നടനായിട്ട് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേരെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ബോൺ ആക്ടറാണ്. ഇമോഷണൽ സീക്വൻസ് ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം, ആ ബാഹുബലിനെ കൊല്ലുന്ന ഒരു സമയത്ത് അങ്ങേര് സെന്റിമെന്റൽ ഒരു സീനുണ്ട്. ഓഫ്, ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മറക്കരുത് നമ്മുടെ നാസർ ചെയ്ത കഥാപാത്രം പിങ്കാലദേവൻ.
അതും നന്നായിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മഹാഭാരതത്തിലെ ശകുനിയുടെ പോലെ ഒരു മെന്റലി ആൻഡ് ഫിസിക്കലി ക്രിപ്പിൾഡ് ക്യാരക്ടറാണ്. പക്ഷെ മൂപ്പരും നമുക്കൊക്കെ അറിയണ പോലെ നല്ലോണം തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ട് 1 ഹീറോയിൻ അവന്തിക, നമ്മുടെ തമന്ന. പാർട്ട് 1 മൂപ്പര് നല്ല റോൾ ഉണ്ടെങ്കിലും പാർട്ട് 2 ഒന്ന് ഡെമ്മായിപ്പോയി. 3-4 ഫൈറ്റിംഗ് സീൻ ഒക്കെ ഉണ്ട്. ഫൈറ്റിംഗ് സീൻ എന്നൊന്നും പറയാനൊന്നുമില്ല. വാളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 3 വെട്ട് ടിങ് ടിങ് ടിങ്, അത് തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരാളെ മറക്കാതിരിക്കണം. അതാരാന്ന് വെച്ചാൽ വേറെ ആരുമല്ല, രാജമൗലി. അങ്ങനെ ഭയങ്കര ബ്രില്യൻറ്റ് മൈൻഡ് തന്നെയാണ്. കാരണം ഇത്ര അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, അതിൻ്റെ ഇഫക്ട്സ് എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് ബാഹുബലി. ഇപ്പൊ വേൾഡ് വൈഡ് സിനിമയിൽ എന്താണ് ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ബാഹുബലിയുടെ പേര് എന്തായാലും മോളിൽ തന്നെ ആയിരിക്കും. നമുക്ക് അഭിമാനിക്കാം. ഇവിടെ US ബോക്സ് ഓഫീസിൽ തന്നെ കളക്ഷനിൽ 3rd ആണ്. ഓൾ താങ്ക്സ് ടു SS രാജമൗലി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പോയി സിനിമ കാണണം. ഡോണ്ട് മിസ് ഇറ്റ്. ഇതൊരു ലൈഫ് ടൈം ലോസ് തന്നെയാവും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ. പ്ലീസ് 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 ഗോ വാച്ച് ഇറ്റ് ഇൻ യുവർ നിയറസ്റ്റ് സിനിമാസ്. I hope you liked my review. If you got anything to tell me, താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ പറയുന്ന പോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So till next time, it's